ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ വിളിച്ചോടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആൻമി ടി വി സീരീസിന്റെ ഇതിന്റെ അതിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ 100 എപ്പോൾ ആകുന്നു അന്നേരം നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡ് ഇപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ 150 ലൈക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ ഞാൻ നേരുന്നു. സോ പറഞ്ഞു പുഷ്പിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കട്സു എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ അവർ റിവൈവ് ചെയ്യുകയാണ്. നമ്മുടെ സേക്കും അതുപോലെ തന്നെ ഐജുവും ആ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഈ ലോകത്തിൽ റിവൈവ് ചെയ്താൽ മതിയിരിക്കും. ഈ ലോകത്തിന് തന്നെ നല്ലത്. ഒരുപാട് സ്റ്റാച്യൂസിന്റെ നമ്മുടെ സുക്കാർട്സ് ഇല്ലാതാക്കുന്നുണ്ട്. കണ്ട നമ്മുടെ സേക്കു പറയുകയാണ് അത് പറ്റത്തില്ല, ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ സയൻസ് ഉപയോഗിച്ച് ഞാൻ റിവൈവ് ചെയ്തിരിക്കും. സേക്കുന് മനസ്സിലാക്കിയാണ് സേക്കു വിചാരിച്ചതുപോലെ തന്നെ ഇവൻ ഒരുപാട് ഡേഞ്ചറസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ മിറാക്കിൾ ഫ്ലൂയിഡിനെ കുറിച്ച് ഇവൻ അറിയാൻ വേണ്ടി പാടില്ല തന്നെയായിരുന്നു. അങ്ങോട്ട് നമ്മുടെ തൈജി ഓടി വരുന്നത് യൂസൂറിനെ രക്ഷിക്കാൻ വേണ്ടി എനിക്കൊരു സാധനം കിട്ടി. മിറാക്കിൾ ഫ്ലൂയിഡ് കേവിൽ നിന്നാണ് കിട്ടിയത്. സമയത്ത് നമ്മുടെ സേക്കു ഇല്ലാതായി പോവുകയാണ്. ഈ മിറാക്കിൾ ഫ്ലൂയിഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി വയ്യ, അത് ഞാൻ നിനക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. യൂസൂറിയ അങ്ങനെ ഫൈനലി ഞാനിപ്പോ നിന്നെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ മിറാക്കിൾ ഫ്ലൂയിഡ് തികയത്തില്ല, അതുകൊണ്ട് തന്നെ കേവലുള്ള മിറാക്കിൾ ഫ്ലൂയിഡ് എടുത്തോണ്ട് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ തൈജു മിറാക്കിൾ ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ തന്നെ നമ്മുടെ തൈജുവിനെ സുഗാട്സു പിടിച്ചിട്ട് ആ കേവ് എവിടെയാണെന്ന് ചോദിക്കുന്നു. സ്പീഡിൽ തന്നെ പോയി കേവിൽ പോയി എടുക്കാമെന്ന് അവൻ പറയുന്നു. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമെന്ന് നമ്മുടെ സേക്കു മനസ്സിൽ വിചാരിക്കുന്നു. നമ്മുടെ സുഗാട്സ് ആ കേവിലോട്ട് പോകുന്നു. സുഗാട്സ പോയല്ലേ, സുഗാട്സ വരുന്നതിന് മുമ്പ് വരെ ഇവളെ റിവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ പറയുന്നു. സോ ഇതേ സമയം തന്നെ നമ്മുടെ സുഗാട്സ ആണെങ്കിൽ ആ കേവ് കണ്ടുപിടിക്കുക ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു ഫാമിലി നിൽക്കുന്നതും കാണുന്നുണ്ട്. സേക്കു വളരെയധികം സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിരുന്നു അവൻ ആ കേവിനെ കുറിച്ച് തപ്പി പോകുമെന്ന്. അതുകൊണ്ട് ഞാൻ അവന് പറഞ്ഞു കൊടുത്തത്. നീ സുക്കാട്സിനെ കുറിച്ച് പറയുന്നത് അവനൊരു നല്ലവനല്ലേ? പറഞ്ഞതൊക്കെ ശരിയാ, അവൻ നല്ലവനൊക്കെയാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവൻ ഒരു മർഡററാ. അവൻ ഒരുപാട് സ്റ്റാച്യൂസിനെ ചുമ്മാ ഇല്ലാതാക്കി കളയുകയാണ്. സൂര്യ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമില്ല, പെട്ടെന്ന് തന്നെ എന്തോ ഒന്നും സംഭവിക്കത്തെ, ഇത് ഫെയിൽ ആയി പോയോ? ഒന്നും വേണ്ട, വെരിഫിക്കേഷന്റെ സമയത്ത് ഒരു സ്റ്റോൺ സെൽസ് ക്രിയേറ്റ് ആകും. സെല്ലും കൂടെ ചേർന്നിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേറെ സെൽസ് ഉണ്ടായി. സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ആ സ്ട്രക്ചർ വെച്ച് മറ്റേ സ്ട്രക്ചർ നമ്മൾ ബ്രേക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു, എന്നാലും ഞാൻ പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. യൂസൂറിയ, നിന്നെ കാണാൻ വേണ്ടി പോവുകയാണ്. വാക്ക് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷം വരുന്നു. യൂസൂറിയ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 1600 വർഷം ഞാൻ നിന്നെ കാത്തിരിപ്പിച്ചു. 1600 വർഷം ഞാൻ ഇതിനു വേണ്ടി നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഐ ആം സോറി. നീ എന്നെ രക്ഷിച്ചല്ലോ, അത് മതി. ഫൈനലി നമ്മൾ 3 പേര് വീണ്ടും ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇവിടെ നിന്ന് ഓടിപ്പോയിട്ട് നിങ്ങൾ തനിയെ ജീവിക്കണം. 3 പേരും കൂടെ ചേർന്നിട്ട് സുഗട്സുവിനെ ഇല്ലാതാക്കണം. ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഞങ്ങൾ സിലക്ട് ചെയ്യത്തുള്ളൂ. സുഗട്സുവിനെ തടഞ്ഞിരിക്കും എന്ന് നമ്മുടെ തൈജു പറയുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കും. യൂസൂറിയും പറയും, ഇനി ഒരിക്കലും ഒരുത്തനെ കൊല്ലത്തില്ല, അത് ഞാൻ തടയാം. അപ്പൊ നിങ്ങൾ എന്നെ ഒരു മർഡറായിട്ടാണ് കാണുന്നത് അല്ലേ? പ്യുവറായിട്ടുള്ള വേൾഡ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് എന്നെ തടുക്കുകയാണ്. പറയുകയാണ്, നിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ തടുത്തിരിക്കും. നോക്കുന്ന സമയത്ത് നമ്മുടെ തൈജുവിന് മനസ്സിലാക്കിയാണ് ഇവൻ ഒരുപാട് പേരെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തൈജു ഡയറക്റ്റ് ആയിട്ട് തന്നെ അവനെ ആക്രമിക്കാൻ വേണ്ടി പോകും. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു അവന്റെ സീക്രട്ട് ആയിട്ടുള്ള വെപ്പൺ എടുത്തിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതുവരെ ആരും ഡിഫെൻഡ് ചെയ്തിട്ടില്ല, നീ വളരെയധികം സ്ട്രോങ് ആണ് തൈജു. നിനക്ക് എന്നെ അടിക്കണമെന്നുള്ള മോട്ടീവ് ഇല്ലെന്നും എനിക്ക് മനസ്സിലായി എന്ന് നമ്മുടെ സുഗട്സു. ഞാൻ എന്നെ അടിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നീ എന്നെ എവിടെ വേണമെങ്കിലും അടിച്ചു. തൈജു പറയുകയാണ്, ഇത് കേട്ട സുഗട്സു, ഞാൻ എന്തിനാണ് നിന്നെ അടിക്കുന്നതെന്ന് ചോദിക്കുന്നു. കുഴപ്പമില്ല, നീ എന്നെ അടിച്ചു. എന്നോട് പറയുന്നത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാച്യൂസിനെ പൊട്ടിക്കുന്നതിന് പകരം നീ എന്നെ വന്ന് അടിച്ചു. തൈജു അവനോട് പറയുകയാണ്. സോ ഇത് കേട്ട സുഗട്സു ചോദിക്കുകയാണ്, ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലാൻ പറഞ്ഞ നീ അതുപോലെ ചെയ്യുമോ? സമയം തന്നെ നമ്മുടെ തൈജു യൂസൂറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവൻ എന്നോട് പറയാൻ വേണ്ടി വന്ന കാര്യം നമ്മുടെ യൂസൂറിയേക്ക് മനസ്സിലാക്കുന്നു. നമ്മുടെ തൈജു ആണെങ്കിൽ അവിടെ വെച്ച് ബോധം കെട്ട് താഴെ വീഴുകയാണ്. നിങ്ങളോട് 3 പേരോടും കൂടെ നിങ്ങൾ എന്റെ പുറകെ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ 3 പേരെ കൊന്നിരിക്കും. സുഗട്സ് അവിടെ നിന്ന് പോവുകയാണ്. ആ ആരോ ആണെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോയത്. എന്നിട്ടും അവൻ അതിൽ പിടിച്ച് തടഞ്ഞു. തൈജു എടാ പൊട്ട, ഒരടിക്ക് തന്നെ നീ മയങ്ങിപ്പോയെന്ന് പറഞ്ഞ് നമ്മുടെ സേക്കു തൈജുവിനെ കളിയാക്കി പറയുകയാണ്. തൈജു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഗട്സുവിനെ തടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സേക്കു തൈജുവിനെ തടയുകയാണ്. ഈ വെപ്പൺ യൂസ് ചെയ്തിട്ട് പോലും തടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഡേൺ സിവിലൈസേഷനുള്ള ഒരു വെപ്പൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ സേക്കു ആണെങ്കിൽ ആ ലാബിലുള്ള കുറെ സാധനങ്ങൾ അടിച്ച് പൊട്ടിച്ച് തറയിലിടുകയാണ്. കാണുന്ന സമയത്ത് നമ്മൾ അവനെ പേടിച്ച് ഇവിടെ നിന്ന് ഓടിയെന്ന് അവൻ വിചാരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഓടിപ്പോവുകയാണോ? അല്ല, അവൻ അത് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കണം. 3 പേര് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. പോകാൻ വേണ്ടി 70 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3 മാരത്തോൺ ഒന്ന് ചോടിയതുപോലെ തന്നെ സിമ്പിൾ പറയുകയാണ്. സോ നമ്മുടെ യൂസൂറിയും അവരുടെ പുറകെ തന്നെ ഹാക്കിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. ഈ ഏരിയ ചെന്നിട്ട് സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഒരു നാവിഗേഷൻ ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണ് നമ്മുടെ സേക്കു. അപ്പൊ
7,600 മില്യൺ സെക്കൻഡ്സ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെയാണ് അവൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ യൂസറിയെ ചിന്തിക്കുകയാണ്. അവൻ കല്ലായിട്ടിരുന്ന സമയത്ത് അവൻ മില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുകയാണ്. അവന് വളരെയധികം നിസ്സാരമാണ്. സമയമൊക്കെ മനസ്സിലായി, പക്ഷെ നമുക്ക് ഏത് ഡയറക്ഷനിൽ കൂടെ പോകണമെന്ന് നമുക്ക് അറിയത്തില്ല. ബിൽഡിംഗ് ഒക്കെ അടയാളമായിട്ട് നോക്കിയിട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡിംഗ് ഒന്നും അടയാളമായിട്ട് നോക്കിയിട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ യൂസറിക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് അങ്ങോട്ട് ഓടി പോകുന്നത്. സോ നമ്മുടെ യൂസറിനെ ഫോളോ ചെയ്ത് അവർ രണ്ടുപേരും പോകുന്നുണ്ട്. സമയത്ത് അവരൊരു ബുദ്ധയുടെ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ വരികയാണ്. നമ്മുടെ സേക്കുവിനൊക്കെ എക്സാക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കുകയാണ്. സൂര്യ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുകയാണ്. അമ്മയുടെ കൂടെ വന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരയുകയാണ്. കരയിപ്പിച്ചത് ആരാ എന്ന് നമ്മുടെ തൈജു ഒന്നുമില്ല, ഞാൻ തന്നെ കാരണമാണ് ഞാൻ കരയുന്നത്. നീ ഉദ്ദേശിക്കുന്നത് പോലത്തെ കരച്ചിലല്ല. ഞാൻ ജപ്പാനിലുള്ള എന്റെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ എന്റെ ഫാമിലീസിനെയൊക്കെ ഞാൻ ഒരുപാടധികം മിസ് ചെയ്യുന്നു. ഇനി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് നമ്മുടെ യൂസറിയെ പറയുന്നു. അവരെല്ലാവരും രക്ഷിക്കാൻ പറ്റും, എന്റെ സയൻസ് യൂസ് ചെയ്ത് അവരെ രക്ഷിച്ചിരിക്കും. അയച്ചു പറയുകയാണ്, ദൈവം പോലെ തന്നെയാണ് ഈ ബുദ്ധയും. ഇത്രയും വർഷമായിട്ടും ഈ ബുദ്ധയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല പറയുകയാണ്. കാരണം അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ യൂസ് ചെയ്തതല്ല. നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബുദ്ധയുടെ സ്റ്റാച്ചുവിന് അവിടെ മരങ്ങളൊന്നും കിളിച്ചിട്ടില്ല. ദൈവത്തെ പോലെ തന്നെ ഈ സ്റ്റോൺ പോയിസൺ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. അതുകൊണ്ടാണ് അവിടെ മരങ്ങളൊന്നും കിളിക്കാത്തത്. ഇപ്പോഴാണ് ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി. നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സേക്കോ തൈജു അടി ഉണ്ടാക്കുന്നു. ഒരുപാടത്തേക്ക് അവർ ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ രാത്രി ആവുകയാണ്. വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഗാർഡ് നിൽക്കുവാണെന്ന് നമ്മുടെ തൈജു പറഞ്ഞില്ല. നിനക്ക് ഇത്ര സമയം കൊണ്ട് ഉറപ്പായിട്ട് നമ്മുടെ സുക്കാർട്സ് കണ്ടുപിടിക്കത്തില്ല. പറ്റി ബഫല്ലോ, നീ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണം. നമ്മുടെ തൈജു ചോദിക്കുന്നു, യൂസൂറിയ നിന്റെ കാലിന് എന്തോ പറ്റി? കുഴപ്പമില്ല, പക്ഷെ എനിക്കത് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന ആ സ്റ്റോൺ മിറാക്കിൾ ഫ്ലൂയിഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. വേദനയൊക്കെ ഇപ്പോഴാണ് മാറിയത്. ഫ്ലൂയിഡ് ഹീലിംഗ് ചെയ്യുന്നുണ്ടോ? ഇതൊരു മിറാക്കിൾ ഫ്ലൂയിഡ് തന്നെ എന്ന് നമ്മുടെ തൈജു പറയുന്നു. പെട്രിഫിക്കേഷൻ എന്നാണ് ഹീലിംഗ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ എക്സാക്ട്ലി അത് ഹീലിംഗ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ തലയിലെ ക്രാക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അത് അതുപോലെ തന്നെയുണ്ട്. ഒരുപാട് സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. സൂക്കറ്റ്സുനെയാണ് എന്നെ പേടിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഓടിപ്പോയി എന്ന് ഞാൻ വിചാരിക്കണമെന്നല്ല നീ വിചാരിച്ച സേക്കുനെ നല്ലതായിട്ട് തന്നെ അറിയാം. അവൻ അങ്ങനെയൊന്നും പേടിച്ച് ഓടിപ്പോകത്തില്ല. ഇല്ലാതാക്കാൻ വേണ്ടി സയൻസ് യൂസ് ചെയ്ത് എന്തോ ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഹോട്ട് സ്പ്രിംഗിലേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജു അവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ എന്ന് നമ്മുടെ യൂസൂറിയ കാര്യം മറക്കാൻ വേണ്ടി പാടില്ലെന്ന് നമ്മുടെ സേക്കും പറയുന്നു. എന്ത് തരത്തിലുള്ള വെപ്പൺ ആ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ തൈജു ചോദിക്കുന്നു. ക്രിയേഷനിലെ തന്നെ ബെസ്റ്റ് ക്രിയേഷൻ, ടെക്നോളജിയുടെ ഗ്രേറ്റസ്റ്റ് വെപ്പൺ കണ്ടുപിടിച്ചിട്ട് 2 മില്യൺ ഇയേഴ്സ് ആകുന്നു. പൗഡർ റീസെന്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. 17 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. അത്ര ഇയേഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സേക്കു പറയുന്നു, അവർ ഗൺ പൗഡർ കണ്ടുപിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവരെ തടഞ്ഞേ പറ്റൂ, അത് വലിയ പ്രശ്നമായിരിക്കും. മെറ്റീരിയലും അതുപോലെ തന്നെ സൾഫർ നൈട്രേറ്റ് ഒരുപാടത്തേക്ക് സമയം എടുക്കും. കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗൺ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. സേക്കു പറയുന്നു. സോ അവിടെ വെച്ചാണ് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ലവനാണെന്ന് വിചാരിച്ചോണ്ടിരുന്ന സുക്കാട്സ് അത്തികെട്ടവനായിരുന്നു. ആരുടെ സൈഡിലാ, സേക്കുന്റെയോ അതോ സുക്കാട്സിന്റെയോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേക്കുക. 100 ലൈക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിൽ 100 ലൈക്സ് കംപ്ലീറ്റ് ചെയ്യുക. പുതിയ അനിമി സീരീസും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യായിബ എന്നാണ് പേര്. ഡ്രാഗൺ ബോൾ ഒക്കെ പോലത്തെ ഒരു സീരീസ് ആണ്. നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ സീരീസ് ഇഷ്ടപ്പെടും. ബ്ലീച്ചിന് വീഡിയോ ഉണ്ടാവത്തില്ല, കാരണം ഇന്ന് ബ്ലീച്ചിന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ടൈമില്ല. അത് മാത്രമല്ല ഇന്ന് ഞാൻ 2 വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മിക്കുള്ള യൂട്യൂബേഴ്സ് ആഴ്ച 3 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുള്ളൂ. ആ സമയത്ത് ഞാൻ ഡെയിലി 2 വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഡെയിലി മിക്കുള്ള യൂട്യൂബേഴ്സും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് ഞാൻ ഡെയിലി തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെയധികം കുറവാണ്. വ്യൂസ് ഒക്കെ വളരെയധികം കുറവാണ്. കൂടാൻ വേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.